രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഈശ്വർ അല്ല കോൺഗ്രസിന്റെ നേതാവ്. ഒക്ടോബർ 26, 2018 മനോരമയിലെ വാർത്തയാണ്. ശ്രീ VT ബൽറാമിന്റെ പഞ്ച് ഡയലോഗ് നിങ്ങളിൽ പലർക്കും ഓർമ്മ കാണും. രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ്, രാഹുൽ ഈശ്വർ അല്ല. ശ്രീ VT ബൽറാംജിയും കോൺഗ്രസിലെ ഈ ലെഫ്റ്റ് ലിബറൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ടാകും. അതിനുശേഷം രാഹുൽ ഈശ്വറിന്റെ നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എന്ന മഹാനായ നേതാവ്, എനിക്ക് ഇഷ്ടമുള്ള നേതാവ് എത്തുകയുണ്ടായി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, പുള്ളിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, നരേന്ദ്രമോദിജി എത്തുകയുണ്ടായി. ശ്രീ ശശി തരൂർ അടക്കം ഒരുപാട് അന്താരാഷ്ട്ര തലത്തിൽ റെസ്പെക്റ്റഡ് ആയ നേതാക്കൾ എത്തുകയുണ്ടായി. VT ബൽറാംജി ഓർക്കേണ്ടത്, കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ വിഷയം ഉമ്മൻചാണ്ടി സാർ റേസ് ചെയ്തതാണ്. ശബരിമലയിൽ ഫൈറ്റ് ചെയ്യാനാണ് നോക്കിയത്. വേണ്ട രീതിയിൽ നിങ്ങൾക്ക് കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഫൈറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് മറ്റൊരു വിഷയം, അത് നമുക്ക് ഡീൽ ചെയ്യാം. കോൺഗ്രസിന് ആ കൺവിക്ഷൻ വേണം. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാവോ? കോൺഗ്രസ് അടുത്ത തവണ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ജനാധിപത്യ വിശ്വാസിയാണ്. ഞാൻ മാത്രമല്ല, CPM-ലെയും BJP-ലെയും ജനാധിപത്യം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതാണ് നല്ലത്. അതൊരു ഡെമോക്രാറ്റിക് ബാലൻസിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത തവണ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ഇത് അന്ന് വലിയ പഞ്ച് ഡയലോഗായിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് അജയ് തറയിൽ സാർ എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രാഹുൽ ഈശ്വറിന്റെ രോമത്തിൽ തൊടാൻ പിണറായി പോലീസിന് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ ഈ രോമങ്ങളെ എല്ലാം പിടിച്ച് ജയിലിൽ ഇടണമെന്ന് പറഞ്ഞതാണ് ശ്രീ VT ബൽറാം. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ VT ബൽറാമിനെ കാണുമ്പോൾ VT ബൽറാം സാർ എന്ന് വിളിക്കുന്ന ആളാണ്, എന്നെക്കാട്ടി മുതിർന്ന ആളാണ്. പക്ഷെ അദ്ദേഹം അടക്കം ഈ പ്രതിനിധാനം ചെയ്യുന്ന ഈ ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന ചിന്താധാരയോടാണ് എനിക്ക് വിയോജിപ്പ്. അന്ന് രാഹുൽ ഈശ്വർ എടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് വന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആ നിലപാടിന് പിന്നിലാണ് ഇപ്പോ. അതിനുശേഷം അതിന്റെ പേരിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പൊ CPM അയ്യപ്പ സംഗമം നടത്തുകയാണ്. ഇപ്പൊ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അയ്യപ്പന്റെയും അവരുടെയും കഥ രാഹുൽ ഈശ്വറാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്നെക്കാട്ടി നന്നായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നുണ്ട്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അപ്പോ ഇത് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നും കൂടെ, ഇതിപ്പം പറയുന്നതിന് സത്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഈ വാർത്തയും കൂടെ നമുക്ക് കാണാം. കോൺഗ്രസിനോട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമപ്രവർത്തകരുടെ ഒരു വാർത്തയാണ്. നമസ്കാരം. വീഡിയോയുടെ പ്രധാന ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അത് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാറിപ്പോയതിന്റെ ദുരന്തഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയാണ്. അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ സസ്പെൻഷനിലാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ. മനസ്സിലായല്ലോ, ആളെ അറിയാലോ, വിശദാംശം ഞാൻ പറയണ്ടല്ലോ. ഇനി അടുത്തത് രാഹുൽ ഈശ്വർ. ഇതാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. രാഹുൽ ഈശ്വർ അല്ല കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ ചിത്രങ്ങൾ കാണിച്ച് വ്യക്തത വരുന്നത്. രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. രാഹുൽ ഈശ്വറിന്റെ ചിത്രം ഇതാണ് എന്ന് പ്രത്യേകമായി നിങ്ങൾ. രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ല, ഈ നാടിന്റെ ആത്മാവ് മഹാത്മാഗാന്ധിയാണ്. ആ ഗാന്ധിയെ പിന്തുടരുന്ന ആരാണെങ്കിലും അവർ സത്യമാണ് പറയുന്നത്. ആ സത്യത്താണ് ഈ നാടിനെ നയിക്കേണ്ടത്. എനിക്ക് രാഹുൽ ഗാന്ധിയെ ഇഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാണോ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ രാഹുൽ ഗാന്ധി, രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ മഹാനായ എന്താ പറയുന്നത് ഏത് നേതാക്കളുടെയും പേര് നിങ്ങൾക്ക് എടുക്കാം. ഏത് പക്ഷത്തെ ആണെങ്കിലും, ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും, ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും, ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും, നേതാക്കളല്ല, നിലപാടാണ് പ്രധാനം. ആ ഗാന്ധിയുടെ നിലപാട് പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓർമ്മയിൽ വെക്കണം. ഇതാണ് രാഹുൽ ഈശ്വർ അല്ല കോൺഗ്രസിന്റെ നേതാവ്, രാഹുൽ ഗാന്ധിയാണ്. ഇത് എന്തിനാണ് പറയുന്നത് എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും ഇതിനു മുമ്പും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദ സാഹചര്യം നമുക്കറിയാം. എന്തൊക്കെയാണ് പരാതികൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് നിരന്തരം പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഇത്തരക്കാർ, രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞ മുകേഷ്, ദിലീപ് വരെ, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ദിലീപ് വരെയുള്ള ആളുകൾക്ക് വേണ്ടി ഘോരം ബാധിക്കുന്ന, ആരെങ്കിലും എവിടെയെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആ പീഡകന് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പീഡകനാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? സാറ് കോടതിയായ, നിങ്ങൾ കോടതിയുടെ സ്ഥാനം ഏറ്റെടുത്ത ജഡ്ജിയായ പീഡകനാണെന്ന് ആര് പറഞ്ഞു? ആരോപിതൻ. ഈ മാസം ഇനിയും ദിലീപേന്റെ വിധി വരും. എനിക്ക് 100% ഉറപ്പുണ്ട്. 100 എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് 99% ഉറപ്പുണ്ട് ശ്രീ ദിലീപേടെ നിരപരാധിയായി വരുമെന്ന്. ഈ 8 വർഷത്തോളം ശ്രീ ദിലീപിനെ വേട്ടയാടാൻ മാധ്യമപ്രവർത്തകർ മാപ്പ് പറയൂ. അത് നമുക്ക് അപ്പം ഡീൽ ചെയ്യാം. പോട്ടെ, അത് മറ്റൊരു വിഷയം. അതിന് പുരുഷ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓമന പേരൊക്കെ ഇട്ട് വിളിച്ച് ഞാൻ മാന്യനാണ്, ഞാൻ ഇങ്ങനെ നിഷ്പക്ഷനായി സംസാരിക്കുന്ന. ഞാൻ മാന്യനാണ് സാർ, പക്ഷെ ഒറ്റ ഫെമിനിറ്റിയെ വെറുതെ വിടില്ല. ഒരൊറ്റ ഫെമിനിറ്റിയെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ അവരെ കായികമായിട്ട് ഉപദ്രവിക്കുമെന്നല്ല, നിയമപരമായി അതിശക്തമായി അവരെ പൂട്ടും. ഈ ഓരോ പുരുഷനും കൊടുത്ത വേദന അവരെ തിരിച്ചനുഭവിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഈ ലെഫ്റ്റ് ലിബറൽ ആൾക്കാരെ സൈഡിൽ അവർ കരയുന്ന നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. കാര്യങ്ങളിൽ ദിലീപ് വരെയുള്ള ആളുകൾക്ക് വേണ്ടി നിരന്തരം വാദിക്കാൻ
മാധ്യമങ്ങളിൽ വരുന്ന സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ ഇപ്പൊ ശ്രമിക്കുകയല്ല സാർ, വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിജയിച്ചതുകൊണ്ടാണ് 4-1 സുപ്രീം കോടതി വിധിന്യായവും 3 പ്രധാനപ്പെട്ട കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിര് നിന്നിട്ടും 10,000 പോലീസുകാർ തടയാൻ നിന്നിട്ടും ശബരിമലയിൽ ഞങ്ങൾ വിശ്വാസികൾ ജയിച്ചത്. നിങ്ങൾ ഒരു മാധ്യമങ്ങളുടെ ഔദാര്യം കൊണ്ടല്ല, നിങ്ങളെല്ലാം ഞങ്ങൾക്കെതിരായിരുന്നു. നിങ്ങളെ അതിജീവിച്ച് ജയിച്ചത് നമ്മൾ പറയുന്നതിൽ സത്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നിലപാട് സത്യസന്ധമായതുകൊണ്ടാണ്, അല്ലാതെ ലെഫ്റ്റ് ലിബറൽ തെള്ളായിട്ടല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഭയങ്കര ഫൈറ്റ് നടത്തുകയാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് കോൺഗ്രസിലെ ഒരു ഫൈറ്റ് നടത്താവുന്നത് താങ്ക്സ് വലിയ വിഭാഗം യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റുകളൊക്കെ രാഹുൽ ഈശ്വറാണ് ഞങ്ങളുടെ നേതാവ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ശരിയായി ധരിച്ചിട്ടോ മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് മൊത്തം പിടിവിട്ടു പോയ അവസ്ഥയിലാണ് ഈ അനുയായികൾ. ഇതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്ന ദിവസത്തിന്റെയും തുടർച്ചയായുള്ള മണിക്കൂറുകളുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് യഥാർത്ഥത്തിൽ സത്യം, നിങ്ങൾ ആരാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും വേറെ ഏത് പാർട്ടിയാണ്, ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് പാർട്ടി ആണെങ്കിലും സത്യം എന്ന കാര്യത്തിലൂടെ നിൽക്കണം. നമുക്കെല്ലാം നമ്മുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും. ഞാൻ ശ്രീ ശശി തരൂരിന് വോട്ട് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഗംഭീര കാൻഡിഡേറ്റ് ആയിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി ചില സത്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നിലനിൽക്കില്ല. നമ്മുടെ രാജ്യവും ലോകത്തിലെ ഏത് രാജ്യവും നിലനിൽക്കുന്നത് അങ്ങനെ സത്യങ്ങളുടെ പുറത്താണ്, വസ്തുതകളുടെ പുറത്താണ്, ഫാക്ട്സിന്റെ പുറത്താണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്ററായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. യാതൊരു സംശയം എനിക്ക് പറയാൻ എന്താ മടി? രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദിയോ കാശ് തന്നിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? നരേന്ദ്രമോദി കൊള്ളാം, നരേന്ദ്രമോദിക്ക് ചില പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്, പുള്ളി വർക്കഹോളിക് ആണ്, കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും, അപ്രീഷിയേറ്റിന്റെ കാര്യമാണ്. രാഹുൽ ഗാന്ധി ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി കുതിച്ചുയർന്നു വരികയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ റേസ് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? ഇവരോട് ആരോടെങ്കിലും നമ്മുടെ മാമന്റെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ മാമിയുടെ മക്കളോ ഒന്നും അല്ലല്ലോ ഇവരാരും. നല്ലതാര് ചെയ്യുന്നോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് നന്മയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. പണ്ട് VT ബൽറാം അടിച്ച അതേ VT ബൽറാംജി അടിച്ച അതേ പഞ്ച് ഡയലോഗാണ് പുള്ളി അടിച്ചിരിക്കുന്നത്. അതായത് ഇവരെല്ലാം വിചാരിക്കുന്ന കാര്യം എന്താ അറിയോ, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ ഹിന്ദു വലത് ലീനിങ് ആയ ആക്ടിവിസ്റ്റ് ആണ്, ഗാന്ധിയൻ നിലപാട് തരയുള്ള ആളാണ്. എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ അവരെല്ലാം വർഗീയവാദിയാക്കും ഈ ഇടതുപക്ഷക്കാർ. എന്തെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മുസ്ലിങ്ങൾ ഫണ്ട് ചെയ്യുന്നതാണെന്ന് പറയും വലതുപക്ഷക്കാർ. അങ്ങനെയൊന്നും അല്ല സാർ. ഈ നാട്ടില് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതസൗഹാർദ്ദവാദികളായ സാധാരണക്കാരാണ്. ഈ തീവ്ര എന്ന് പറഞ്ഞാൽ തീവ്ര RSS അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം, അപ്പോൾ ഒരു പാർട്ടിയുടെയും പേര് തീവ്ര വലതുപക്ഷക്കാർ സ്ഥിരം പറയുന്നത് ശബരിമലയിൽ അയ്യപ്പന്റെ സുഹൃത്തായിട്ട് വാവരെ കൊണ്ടുവന്ന രാഹുൽ ഈശ്വർ എന്നാണ്. അത് വാപുരനാണെന്ന് കള്ളം പറയുകയാണ്. 1000 വർഷങ്ങളായിട്ട് അവിടെയുള്ള വാവരെയൊക്കെ ഈ 10-40 ദിവസമുള്ള രാഹുൽ ഈശ്വറാണോ കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അധിക്ഷേപിക്കാം, നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാം, പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുത വേണ്ടേ? അപ്പം ചില ആൾക്കാർ പറയും ഇവ കണ്ടോ എന്താ പറയണേ, അവിടെയും എതിർക്കില്ല ഇവിടെ എതിർക്കില്ല. ഞാൻ എന്തിനാണ് ആരെങ്കിലും എതിർക്കുന്നത്? ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന് വേണ്ടി മതസൗഹാർദ്ദത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതാണ് യഥാർത്ഥം നമ്മുടെ നാട്ടിൽ വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ജീവിതത്തിൽ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. 2 പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനും അടിയായി. ഒന്ന് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ. ഞാൻ പറഞ്ഞു ഗുമ്മുള്ളൊരു ഡയലോഗാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, ഞാൻ ഫാസിസ്റ്റുകളല്ല അല്ലെങ്കിൽ മതസൗഹാർദ്ദവാദിയാണ്, ഗാന്ധിയനാണ്, അതൊക്കെ നിങ്ങൾ ചിരിക്കുന്ന സ്ലോ പോയിസൺ ആണെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എനിക്കതുകൊണ്ട് വിരോധമൊന്നുമില്ല, വ്യക്തിപരമായിട്ടല്ലല്ലോ, നമ്മുടെ ആശയധാരയെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നെഹ്റുവിയനാണ്, എനിക്ക് നെഹ്റുജിയെ ബഹുമാനമാണ്, പക്ഷെ ഗാന്ധിയാണ് ഈ നാടിന്റെ ആത്മാവ്. ഈ ഗാന്ധിസത്തെ പിന്തുടർന്നില്ലെങ്കിൽ, മഹാത്മാഗാന്ധിയുടെ പിന്തുടർന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇല്ലാതാകും. ഒന്നെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയ കലാപമാവും, അല്ലെങ്കിൽ ഇടത് വലത് രാഷ്ട്രീയ കലാപമാവും. അതിനപ്പുറം ഒരു ബാലൻസ് വേണം, മധ്യവർത്തി നയം വേണം, മിഡിൽ പാത്ത് വേണം എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പാതയിൽ നിങ്ങൾ പോയാലും നരേന്ദ്രമോദിയുടെ പാതയിലും പോയാൽ കുഴപ്പമില്ല, മഹാത്മാഗാന്ധി വേണം. ആ ഗാന്ധിജിയെ ഉയർത്തിപ്പിടിക്കുന്ന, ഗാന്ധിജിയുടെ നിലപാടുകൾ ഇന്നിന്റെ ഭാഷയിൽ മാറ്റി പറയുന്ന ഒരു സാധാരണ വ്യക്തി, ഒരു സാധാരണ ഗാന്ധിയൻ മാത്രമാണ് ഞാൻ. എന്റെ പേര് കോൺഗ്രസിൽ അങ്ങനെ തമ്മിത്തല്ലൊന്നും വേണ്ട. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ഗാന്ധി ഇവരെല്ലാം നിങ്ങളുടെ നേതാക്കളാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ നേതാവ്, ഈ രാജ്യത്തിന്റെ ആത്മാവ്, ആ ആത്മാവ് മഹാത്മാഗാന്ധിയാണ്, സത്യമാണ്. ഇനി മഹാത്മാഗാന്ധി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ചില ആൾക്കാരുടെ ഗാന്ധി നമ്മൾ ഒരു വ്യക്തിയിലേക്ക് വിളിക്കാൻ പാടില്ല. ഗാന്ധി എന്ന് വിളിക്കാം, സത്യം എന്ന് വിളിക്കാം, ധർമ്മം എന്ന് വിളിക്കാം, നീതി എന്ന് വിളിക്കാം, പേരെന്ത് വിളിച്ചാലും ആ സത്യമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ സത്യം ശക്തമായി പറയുക, നിർഭയമായി പറയുക, പോസിറ്റീവായി പറയുക. ആരെയും ചൊറിഞ്ഞും ദേഷ്യപ്പെടുത്തിയും അപമാനിച്ചു എന്ന് പറയരുത്. സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആ സത്യം പറയുക, സ്വീറ്റായിട്ട് സത്യം പറയുക. ആ സ്വീറ്റായിട്ട് സത്യം പറഞ്ഞാലേ ഈ രാജ്യം നിലനിൽക്കൂ എന്ന് തിരിച്ചറിയുക. ജയ് ഹിന്ദ്, വന്ദേ മാതരം.